എല്ലാം കേട്ടുകൊണ്ടിരുന്ന മഹിയെ കണ്ടതും ഗൗരി ദയനീയമായി അവനെ നോക്കി. അവൾക്ക് പിന്നാലെ പാഞ്ഞു വന്ന രാധമ്മയും ഒന്നും മിണ്ടാതെ നിന്നു. എന്നാലേ നമുക്കിറങ്ങാം അല്ലടോ, വിരുന്നൊക്കെ കേമൻ തന്നെയായിരുന്നു ലേ, വയറ് നിറയെ കിട്ടിയില്ലേ? ഹോ സോറി, കഴിച്ചുല്ലോ അല്ലേ? ഗൗരി നോക്കി അവൻ ചോദിച്ചു. ഗൗരി മറ്റെവിടേക്ക് നോക്കി നിൽക്കുകയാണ്. ഇനി എന്ത് ഊത്തുകാണാൻ നിൽക്കുക, പോയി വണ്ടിയിൽ കയറി. അവൻ്റെ അലർച്ചക്കെടുത്തും ഗൗരി നടുങ്ങിപ്പോയി. അവൾ മാത്രമല്ല, ലച്ചുവും രാധമ്മയുമൊക്കെ. അവൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി വണ്ടിയിലേക്ക് പോയി. ലച്ചു, മോള് ചെന്ന് ചേച്ചിന്ന് ആശ്വസിപ്പിക്ക്, പാവം സങ്കടായില്ലേ? അവൻ ലച്ചുവിനോട് പറഞ്ഞതും അവൾ മുറ്റത്തേക്ക് ഓടി. ഹെടിച്ചോറിയമ്മേ. മഹിയാണെങ്കിൽ രാധമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവരാണെങ്കിൽ ശ്വാസം പോലും വിലങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ കുറേ നേരമായാലോ കിടന്ന് പുലമ്പാൻ തുടങ്ങിയിട്ട്? ഞാൻ മുഴുകുടിയനാണെന്നും എന്നെ വീട്ടിൽ കയറ്റിയാൽ പെണ്ണുങ്ങൾ പിഴച്ചു പോകുമെന്നോ, തള്ളയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റില്ലാത്തവനാണെന്നോ, വയറ്റിൽ ഉണ്ടാക്കുമെന്നോ, അങ്ങനെ എന്തൊക്കെയോ. അവർക്ക് വലം വെച്ചുകൊണ്ട് തടിയിൽ ചൂണ്ടുവിരൽ മുട്ടിച്ചുകൊണ്ട് മഹി അവരോട് ചോദിച്ചു. നീ ആരടാ ഇതൊക്കെ ചോദിക്കാൻ? ഇതേ എൻ്റെ വീടാണ്, ഇറങ്ങട വെളിയിൽ, അല്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. കാണണോ നിനക്ക്? രാധയും വിട്ടുകൊടുത്തില്ല. കാണണം. വിളിക്ക് പെണ്ണുപിള്ളേ, എനിക്ക് പറയാനുണ്ട് നാട്ടുകാരോട്. ആ പാവം പെണ്ണിന് വിലയിട്ടുകൊണ്ട് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും ക്യാഷ് മൊത്തം മേടിച്ചെടുത്തതും പോരാ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, 2 ദിവസത്തിനുള്ളിൽ അമ്മ തന്ന മുഴുവനും പണവും എനിക്ക് കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിയമ നടപടി നോക്കും. അത് കേട്ടും രാധമ്മ കുഴഞ്ഞു. ഇത് ആരുടെ വീടാണെന്നൊക്കെ അപ്പം പറയാം. ഈശ്വര, ഒന്നും വേണ്ടിയിരുന്നില്ല. അവരെ വിയർത്തു. പിന്നെ ഒരു കാര്യം, അവളെ ഞാനാണ് കെട്ടിയതെങ്കിൽ അന്തസ്സായിട്ട് എനിക്ക് അവളെ നോക്കാനും അറിയാം. അല്ലാതെ രുചിച്ച് നോക്കിയിട്ട് വലിച്ചെറിയാൻ നിങ്ങളെ കെട്ടിയവൻ ചന്ദ്രനല്ല ഞാൻ, കേട്ടല്ലോ. ഉമ്മിനീർ പോലും ഇറക്കാനാവാതെ നിന്നുപോയി അവർ. അപ്പോൾ പൊന്നു പോലുള്ള പെണ്ണാണ് അവളെങ്കിൽ എൻ്റെ ഭാര്യയായതിൻ്റെ പേരിൽ അതിൻ്റെ മാറ്റി കൂടുകയുള്ളൂ. ഒട്ടും കുറയില്ല അവൾക്ക്. ഈ മഹിക്ക് ശ്വാസമുള്ളിടത്തോളം കേട്ടോ ചോറിയമ്മേ. ഞാൻ കുടിയനാണ്, ചിലപ്പോൾ തട്ടിപ്പോയി നിൽക്കും. പക്ഷെ എൻ്റെ പേരിലെ മുഴുവൻ സ്വത്തും അവൾക്ക് എഴുതി വെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഇനി ദാരിദ്ര്യവാസിയായി കഴിയാൻ അവൾ കയറി വരില്ല. ആ ഒരു ഉറപ്പ് ഞാൻ തരാം, കേട്ടോ. ലച്ചു അപ്പോഴേക്കും കയറി വന്നു. പിന്നെ ഒരു കാര്യം കൂടി, ഇനി എൻ്റെ പെണ്ണെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ ശ്രമിച്ചാൽ രാധമേ, എന്നെക്കാട്ടിലും മുന്നേ പരലോകത്തേക്ക് പോകുന്നത് നിങ്ങളാകും, കേട്ടല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ മറ്റേ ക്യാഷിൻ്റെ കാര്യം വേഗം സെറ്റാക്കാൻ നോക്കണേ. ഒരു വരവ് കൂടി വരാൻ ഇടവരുത്തരുതനെ. അതും പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ ഒന്ന് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അവൻ വണ്ടിയുടെ അരികിലേക്ക് ചെന്നു. സീറ്റിൽ ചാരിക്കിടക്കുകയാണ് ഗൗരി, എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ. മഹി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പോകാം, അവളെ നോക്കി ചോദിച്ചു. ഗൗരി ഒന്നും പറയാതെ ഇരുന്നു. സന്തോഷമായോ ചെറിയമ്മയും ലച്ചുകുട്ടിയുമൊക്കെ കണ്ടപ്പോൾ? ഇനി ഒരാളെയും കൂടി കാണാനുണ്ട് അല്ലേ? എന്ത് ചെയ്യും? ഗൗരി അപ്പോഴും ഒന്നും മിണ്ടാതെ തന്നെ ഇരുന്നു. നിന്റെ നാവ് എന്തിയടി? എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ കഴുത്തിന് ചുറ്റും നാവാ. ഇപ്പോൾ അവൾക്ക് മിണ്ടാൻ പോലും വയ്യ. ഞാൻ ഇനി എന്താണ് പറയേണ്ടത്? എൻ്റെ ജീവിതം തന്നെ തീർന്നു. ജന്മം തന്നവർ പോലും വേണ്ടത് ഇട്ടിട്ട് പോയില്ലേ. ആരെയെങ്കിലും ഒരാളെപ്പോലും എന്നെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ പോലും ഈശ്വരൻ ബാക്കി തന്നില്ലല്ലോ. ഗൗരി അവനെ നോക്കി പറഞ്ഞു. പിന്നീട് അവനൊന്നും ചോദിക്കാനേ പോയില്ല. വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞു. ഗൗരി വേഗം തന്നെ കുളിക്കാനായി പോയി. എന്നിട്ട് പൂജാമുറിയിൽ പോയി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു. അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു മഹിയുടെ ഫോണിൽ. ഗൗരിയും സംസാരിച്ചു. ശബ്ദം എന്താ മാറിയിരിക്കുന്നേ? മോൾക്ക് സുഖയില്ലേ? കുഴപ്പമില്ല ടീച്ചറമ്മേ, ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നേയുള്ളൂ, അതുകൊണ്ടാണ്. അത് കേട്ടപ്പോഴാണ് ടീച്ചറിന് ആശ്വാസമായത്. മഹിക്ക് അത്താഴം വിളമ്പിക്കൊടുത്തിട്ട് അവൾ അടുക്കളയിലേക്ക് പോയി. ഗൗരി, അവൻ ഉറക്കെ വിളിച്ചു. എന്താ? ഇവിടെ വന്നിരുന്ന് കഴിക്ക്. അവൻ കസേര ഇളക്കി. വേണ്ട ഏട്ടാ, ഞാൻ അടുക്കളയിൽ. അവൾ പറഞ്ഞ് മുഴുവിപ്പിച്ചില്ല. ഇരിക്കടേ ഇവിടെ, അവൻ ഒച്ച വെച്ചു. ഗൗരി പക്ഷേ ഇരിക്കാൻ കൂട്ടാക്കിയില്ല. വാശിയോടെ അവിടെ നിന്നു. ഗൗരി, മഹി വീണ്ടും വിളിച്ചു. അവൾ നിന്നിടത്തു നിന്നും അനങ്ങാതെ നിൽക്കുകയാണ്. അപ്പോഴും മഹി തൻ്റെ പ്ലേറ്റിലേക്ക് കുറച്ച് ചോറും എടുത്തിട്ടും കുറേ കറികളും. എന്നിട്ട് എഴുന്നേറ്റു അവളുടെ അടുത്തേക്ക് വന്നു. കൈകൾ കൊണ്ടും ഗൗരിയെ പൊക്കിയെടുത്തു. ഓർക്കപ്പുറത്തായതിനാൽ അവൾ വിറച്ചുപോയി. മഹിയേട്ടാ, എന്താണ് ഈ കാണിക്കുന്നേ? വിട്ടേ. കൂതറിക്കൊണ്ട് ഗൗരി ഊർന്നിറങ്ങി. ഇരുന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുക, ഇല്ലെങ്കിൽ ഇനിയും നിന്നെ പൊക്കിയെടുക്കേണ്ടി വരും. ഗൗരി പ്ലേറ്റ് എടുത്ത് വെച്ചത് മഹി അവൾക്ക് വേണ്ടി വിളമ്പി. ഇത്രയൊന്നും വേണ്ട മഹിയേട്ടാ, ഞാൻ എടുത്തോളാം, അവൾ തടഞ്ഞു. കഴിക്കടി മര്യാദയ്ക്ക്, കുറച്ചുകൂടെ ഭാരമായാലും എനിക്ക് കുഴപ്പമില്ല, അവൻ പറയുമ്പോൾ ഗൗരി അവനെ ദേഷ്യത്തിൽ നോക്കി. എന്താടി ഉണ്ടക്കണി? ഗൗരി പ്ലേറ്റിലേക്ക് നോക്കിയിരുന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു.
കിടക്കാനായി വന്നപ്പോൾ മഹി നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അവൾ നോക്കിയപ്പോൾ ഒന്ന് കണ്ണിറക്കി. എന്താ ഇന്ന് ഇത്ര ഇളക്കം? ചെറിയമ്മ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണോ? എങ്ങനെയൊക്കെ? ഞാനൊന്നും കേട്ടില്ലല്ലോ. ഓ, ഒരുപാട് അഭിനയിക്കാതെ. നിങ്ങളെ എനിക്കറിയാലോ. എന്നെയോ? നിനക്കോ? എൻ്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. പിന്നെയാണ് ഈയിടെ വന്ന നീ. മുടി മുഴുവനും പൊക്കി ഉച്ചയിൽ കെട്ടിവെച്ചുകൊണ്ട് ഗൗരി കസാരയിലിരുന്നു. നീ എന്താ കിടക്കാത്തത്? ഉറക്കം വരുന്നില്ല. അതെന്താ? ചെറിയമ്മ നിന്റെ ഉറക്കവും കവർന്നെടുത്തോ? ഓ, എന്തായിരുന്നു പ്രകടനം! ഇതൊന്നും കേട്ടാലും ഈ ഗൗരിക്ക് യാതൊരു വിഷമവുമില്ലല്ലോ. ഞാനേ ഓർമ്മ വെച്ച നാൾ മുതലൊക്കെ തുടങ്ങിയതാണിതെല്ലാം. അങ്ങനെ വരാൻ വഴിയില്ല മോളെ. മഹിയും ബെഡിൽ എഴുന്നേറ്റിരുന്നു, കട്ടിലെ ക്രാസിൽ ചാരിക്കൊണ്ട്. ഇത്രയും കാലം പറഞ്ഞത് നിന്നെക്കുറിച്ചല്ലേ, പക്ഷെ ഇന്ന് അങ്ങനെയല്ലായിരുന്നു. അമ്മയും പെങ്ങളും തിരിച്ചറിയില്ലാത്ത ഒരു ആഭാസനെക്കുറിച്ചല്ലേ പറഞ്ഞത് മുഴുവനും. കുടിയനെ കെട്ടരുതെന്ന് നിന്നോട് അവർ പറഞ്ഞതല്ലേടി പുലേ. എന്നിട്ട് നീ കേട്ടോ? രുചിച്ച് നോക്കിയിട്ട് നിന്നെ വലിച്ചെറിഞ്ഞാലും കയറി ചെല്ലാൻ ആ വീടല്ലേ ഉള്ളൂ. വല്ല പാണ്ടിലോറിയും കയറി ഞാൻ അറിഞ്ഞു ചത്താൽ പിന്നെ അന്ന് തീരും നിന്റെ അഹങ്കാരം. ഗൗരി അവനെ സൂക്ഷിച്ചു നോക്കി. തിരിച്ചവനും അവളുടെ കണ്ണുകളിൽ എവിടെയെങ്കിലും തനിക്ക് വേണ്ടി ഒരൽപ്പം സ്നേഹം കാണുന്നുണ്ടോ എന്നവൻ സസൂക്ഷ്മം നിരീക്ഷിച്ചു. ഒരു കാര്യം കൂടി ചെറിയമ്മ പറഞ്ഞുവല്ലോ, ഞാൻ ആടുകൂടെ കൂടിയാലും അവരായുസ് എത്താതെ പോകുമെന്ന്. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചത് എൻ്റെ ജാതകദോഷം കൊണ്ടാണ് പോലും. മഹിയേട്ടന് ഈ കാര്യത്തിൽ പേടിയുണ്ടോ? അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം പതറി. അതവൻ അറിയുകയും ചെയ്തു. ആ ബെസ്റ്റ്. പേടിയോ? അതും എനിക്ക്. അവൻ ഗൗരിയെ നോക്കി ഉറക്കെ ചിരിച്ചു. എടി പെണ്ണേ, എൻ്റെ ചങ്കും കരളും എല്ലാം 3/4 ഭാഗവും തീർന്നതാണ്. മരണം അതെപ്പോൾ വേണേലും എന്നോട് കൂട്ടുകൂടാൻ വരും. വേണമെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ നാളെ. അതുകൊണ്ട് നീ പറഞ്ഞതുപോലെയുള്ള യാതൊരുവിധ ഭയവും എനിക്കില്ല. ഗൗരി അവനെ സൂക്ഷിച്ചു നോക്കി. ആദ്യം കാണുന്ന പോലെ കണ്ണിലെ കാഴ്ച മറയും പോലെ അവൾക്ക് തോന്നി. അവൻ്റെ വാക്കുകൾക്കടുത്തും നെഞ്ചിലേക്ക് എന്തോ ഭാരം വന്നടിഞ്ഞതുപോലെ തോന്നി. അതുകൊണ്ട് ഗൗരിമോളെ, നീ കൂടിയത് കൊണ്ടൊന്നും എൻ്റെ ആയുസ് തീരുന്നത് അത് ഞാനായിട്ട് തീർത്തതാണ്. നിന്റെ പേരിൽ ആരും പഴിച്ചാരില്ല, ഉറപ്പ്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ അമ്മ നിന്നോട് പറഞ്ഞില്ലേ? അവൻ പറയുന്ന ഓരോ വാചകവും കേട്ടപ്പോൾ ഹൃദയം വിങ്ങി പൊട്ടുകയാണ് ഗൗരിക്ക്. ഗൗരിയാണെങ്കിൽ മഹിയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൗരി! കുറച്ച് സമയമായിട്ടും അവളിൽ നിന്നും ഒരു പ്രതികരണം പോലും ഇല്ലാതെ വന്നപ്പോൾ മഹി അവളെ വിളിച്ചു. നീ ഏത് ലോകത്താണ്? അവൻ ചോദിച്ചു. ഗൗരി ഒന്നും മിണ്ടാതെ ബെഡിലേക്ക് കയറി കിടന്നു. ഞാൻ മരിച്ചു പോകുമെന്നോർത്ത് നീ പേടിക്കൊന്നും വേണ്ട. എൻ്റെ പാതി സ്വത്ത് നിന്റെ പേരിലേക്ക് ഞാൻ ഉടനെ മാറ്റും, കേട്ടോ? മഹി കാതോരം പറയുന്നൊന്നും തന്നെ അവൾ കേട്ടിരുന്നില്ല. ഹൃദയം അലമുറയിട്ട് കരയുകയാണ്. മഹിയേട്ടൻ പറഞ്ഞതുപോലെ ഇനി ഏട്ടനും. അപ്പോൾ വീണ്ടും താൻ ഒറ്റയ്ക്കാവില്ലേ? പോട്ടെ, എല്ലാവരും പോട്ടെ. ആർക്കും വേണ്ടല്ലോ എന്നെ. ശല്യമാണ് എല്ലാവർക്കും. അല്ലെങ്കിലും ഗൗരി എന്നും ഒറ്റയ്ക്കാണ്. അതും അങ്ങനെ തന്നെ തുടരട്ടെ. എന്തിനായിരുന്നു ഈ ജന്മം തന്നത്? ഈശ്വരൻ സൃഷ്ടിയിൽ കോമാളിയാവാനായിരുന്നു തനിക്ക് വിധി. അച്ഛനും അമ്മയുമൊക്കെ ഇത് കണ്ട് സന്തോഷിക്കട്ടെ. ഒരു തേങ്ങൽ ഉയർന്നു വന്നതും മഹി ചെരിഞ്ഞു നോക്കി. ഗൗരി! അവനുള്ള തോൾ തട്ടി വിളിച്ചു. അവൻ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. ഗൗരി! അവൻ വീണ്ടും അവളെ കുലുക്കി വിളിച്ചു. കണ്ണുകൾ ഇറക്കി അടിച്ച് കിടന്നതല്ലാതെ അവൾ അനങ്ങിയില്ല. കുറച്ച് സമയം കൂടി മഹി ലൈറ്റ് ഓൺ ചെയ്തിട്ടു. ശ്വാസം മടക്കി പിടിച്ച് തൻ്റെ തേങ്ങൽ കേൾക്കാതെ ഇരിക്കാനായി അവൾ കണ്ണുകളടച്ച് കിടന്നു. കാലത്തെ ആദ്യം ഉണർന്നത് ഗൗരിയായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് അവൾ നേരെ പൂജാമുറിയിലേക്ക് പോയി. വിളക്ക് കൊളുത്തി. ഗുരുവായൂരപ്പൻ്റെ ഓടിൻ്റെ ഒരു വിഗ്രഹമുണ്ട്. അതിൻ്റെ മുന്നിലാണ് വിളക്ക് കൊളുത്തുന്നത്. അവൾ കണ്ണൻ്റെ അടുത്ത് നിന്നു. കണ്ണാ, മഹിയേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണോ? കുടിച്ച് എല്ലാം തീർന്നു എന്നാണോ പറഞ്ഞത്? എന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? അതോ മഹിയേട്ടനും? അതും പറഞ്ഞിട്ട് അവൾ കണ്ണൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞു. സത്യമായിട്ടും പറയുക കണ്ണ, ഇനി മഹിയേട്ടനും കൂടി എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഈ ഗൗരി ഒരു നിമിഷം പോലും കാണില്ല. സ്വയം ജീവനൊടുക്കും ഞാൻ. എന്തിനാ നിനക്ക് എന്നോട് ഇത്ര ദേഷ്യം? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അനുസരണയില്ലാതെ ഒഴുകുകയാണ് അവളുടെ കണ്ണുനീർ. ആൾക്ക് എന്നോട് ഇഷ്ടമില്ലെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ കഴിയുന്നില്ല. കണ്ണനെ നോക്കി തൻ്റെ സങ്കടം പറയുകയാണ് ഗൗരി. അറിയില്ല കണ്ണ, എനിക്ക് എന്താണ് പറ്റുന്നതെന്ന്. മഹിയേട്ടന് എന്നെ ഇഷ്ടമില്ലെങ്കിൽ പോലും എന്നോട് വെറുപ്പാണെന്ന് നേരിട്ട് പറഞ്ഞതാണെങ്കിലും 6 മാസം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നും പറഞ്ഞ് ഡിമാൻഡ് വെച്ചപ്പോഴും താലിമാല ഊരാൻ ആവശ്യപ്പെട്ടപ്പോഴുമൊക്കെ എനിക്ക് കഴിയുന്നില്ല ആ മനുഷ്യനെ വെറുക്കാൻ. എൻ്റെ സ്വന്തമാണെന്ന് പറയാനുള്ള അവകാശമൊന്നുമില്ല. പക്ഷേ ആൾക്ക് വേണ്ടിയാണ് ഞാൻ ഓരോ വൈകുന്നേരവും
പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. വരാൻ വൈകും തോറും എൻ്റെ നെഞ്ച് പൊട്ടും. ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്നോർത്ത് ചെറിയമ്മ ഇന്ന് മഹിയേട്ടന് പ്രാഗി പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചാണ് കണ്ണാ പൊട്ടിയത്. എന്തെങ്കിലും ഒരിക്കൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മാത്രം സന്തോഷത്തോടെ സമാധാനത്തോടെ ആ നെഞ്ചിൽ കിടന്ന് ഒന്ന് ഉറങ്ങണം. അത് മാത്രമേ ഉള്ളൂ ഈ ഗൗരിക്ക്. അതിന് നീ എന്നെ സമ്മതിക്കുമോ കണ്ണാ? അവൾ നിറഞ്ഞ മിഴിയാലെ നോക്കുമ്പോൾ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുമായി ഉണ്ണിക്കണ്ണനും അവളെ നോക്കുകയായിരുന്നു. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം കൂടിയിരുന്നു. കുറച്ച് ആശ്വാസമൊക്കെ അവൾക്ക് അപ്പോൾ തോന്നി. ഭഗവാൻ കൈവിടില്ല എന്നൊരു വിശ്വാസവും. എന്നാലും താനായിട്ട് മഹിയേട്ടൻ്റെ പിന്നാലെ ചെല്ലില്ല. സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. അവൾ മെല്ലെ എഴുന്നേറ്റു. എന്നിട്ടവൾ അടുക്കളയിലേക്ക് ചെന്നു. അവന് കോഫി എടുത്തു. റൂമിൽ ചെന്നപ്പോഴും ആൾ നല്ല ഉറക്കത്തിലാണ്. കോഫി കൊണ്ടുപോയി വെച്ചിട്ട് ഗൗരി അവനെ വിളിച്ചു. മഹിയേട്ടാ. തോളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് വീണ്ടും വിളിച്ചു. പെട്ടെന്ന് അവൻ കണ്ണു തുറന്നു. എൻ്റെ കുഞ്ഞെവിടെ? അവൻ 4 പാട് നോക്കി. കുഞ്ഞോ? നിങ്ങൾക്ക് എപ്പോഴാണ് കുഞ്ഞായത്? അവൾ അന്തിച്ചു. എടി നമ്മുടെ കുഞ്ഞ്. അവൻ എഴുന്നേറ്റ് മുണ്ടും മുറുക്കി എടുത്തു. ഓ എന്തൊരു ക്യൂട്ടായിരുന്നു. ഒരു കുഞ്ഞു വാവ, നല്ല തൊടുത്തിരിക്കുന്നു. ഞാൻ എടുക്കാനായി വന്നതാ, അപ്പോഴേക്കും നീ വന്ന് വിളിച്ചു, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. ഗൗരിക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. ആ കാണണ്ട, നീ പൊടി. വെറുതെ എന്തോ സ്വപ്നം കണ്ടുവെന്ന് കരുതി ഇന്നും നാളെയും മരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യനാണ്. കൂസലില്ലാതെ പറയുന്നവളെ മഹി കലിപ്പിച്ചു നോക്കി. ഹോ, ഈ കാന്താരിക്ക് ഞാൻ ചത്താലും ഒരു സങ്കടവും ഇല്ലല്ലോ. എന്തൊക്കെ പറഞ്ഞു നോക്കി ഇന്നലെ രാത്രിയിൽ. ഇനി എന്നോട് അങ്ങനെ സ്നേഹമൊന്നും ഇല്ലയാവോ? അവൻ ഓർത്തു. എടി ഗൗരി. റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നവളെ മഹി വിളിച്ചു. എന്തുവാ? നിനക്ക് ആഗ്രഹമൊന്നും ഇല്ലേടി ഒരു കുഞ്ഞു വേണമെന്നൊക്കെ? ഓ പിന്നെ ഭയങ്കര ആഗ്രഹമല്ലേ. 6 മാസം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വയറ്റിൽ ഒരു കൊച്ചു ഫ്രീയോ? നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോവുകയും ചെയ്യും. വേല മനസ്സിലിരിക്കട്ടെ മഹേശ്വർ സാറേ. ഗൗരി അവനെ നോക്കി പറഞ്ഞിട്ട് താഴേക്കിറങ്ങിപ്പോയി. ഓ ഇതിനെയൊന്ന് വളച്ചെടുക്കണമെങ്കിൽ താൻ കുറച്ച് പാടുപെടും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോൾ മഹി ഗൗരിയെ വിളിച്ചു. എന്താ ഏട്ടാ? ഇവിടെ വന്നിരിക്കാൻ പ്രത്യേകം പറയണോ ഗൗരി? ഞാൻ അപ്പുറത്തിരുന്നോളാം. എനിക്കതായിരുന്നു ഇഷ്ടം. നിങ്ങൾക്കും അങ്ങനെയല്ലായിരുന്നോ? നീ അപ്പുറത്ത് പോയിരുന്നോ? ഞാൻ അവിടുന്ന് നിന്നെ എടുത്തുകൊണ്ട് വന്നോളാം. എനിക്കിപ്പോൾ അതാണ് ഇഷ്ടം. എന്നിട്ട് ഇന്നലത്തെ പോലെ നീ ഓർന്നിറങ്ങിയാൽ മതി. ഒരു വഷളം ചിരിയോടെ പറയുന്നവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ഗൗരി അവൻ്റെ അരികിലായി വന്നിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ ഗൗരിയെ. എന്ത്? അല്ല, ഈ ചിക്കൻ കറി. അവൻ അല്പം ചാറുമെടുത്ത് നാവിൽ വെച്ചു. പൊട്ടും ചിക്കൻ കറിയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. സൂപ്പറാണ് കേട്ടോ ഗൗരി, ശരിക്കും എനിക്കിഷ്ടപ്പെട്ടു. ഓ താങ്ക് യു. അവൾ വേഗം കഴിച്ചു തീർത്തു. എന്നിട്ട് പ്ലേറ്റും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. സ്കൂളിൽ പോകാൻ ഇറങ്ങി വേഗം റെഡിയായി. കരിനീല നിറമുള്ള ഒരു കോട്ടൺ സാരിയാണ് വേഷം. ഗൗരി, വൈകുന്നേരം ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. വീട് പൊട്ടി ഇറങ്ങുമ്പോൾ മഹി അവളോട് പറഞ്ഞു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമാണ്, അതിനുവേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാം. മഹിയേട്ടൻ തനിച്ചു പോയാൽ മതി, ഞാനില്ല. അതെന്താ? ഒന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് മടിയാണ്. മടിയൊക്കെ ഞാൻ മാറ്റാം, നീ ഒപ്പം വന്നാൽ മതി. മഹിയേട്ടന് ഷർട്ടൊക്കെ എടുക്കാനല്ലേ, അതിന് ഞാൻ എന്തിനാ? നീ കൂടി വാടി ഭാര്യയെ, എൻ്റെ ഒരു ആഗ്രഹമല്ലേ. അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു. പോകും വഴിയിൽ ഗൗരി ടീച്ചറമ്മയെ വിളിച്ചു സംസാരിച്ചു. ഹീമയൊക്കെയായി വരുന്നു എന്നവർ ഗൗരിയോട് പറഞ്ഞു. സ്കൂളിൽ ചെന്നിട്ട് ഒന്ന് വിളിക്കണമെന്നും ഒരു കാര്യം പറയുമെന്നും ടീച്ചർ അവളോട് മെല്ലെ പറഞ്ഞു. ശരി ടീച്ചറമ്മേ, ഞാൻ വയ്ക്കട്ടെ, ഇറങ്ങാറായി. അവൾ വേഗം ഫോൺ കട്ട് ചെയ്ത് ബാഗിൽ വെച്ചു. ഗൗരി, നിനക്ക് ഈ സാരി നിർബന്ധമാണോ? അല്ല, എന്താണേട്ടാ? പിന്നെ നീ ആരെ കാണിക്കാനാ എന്നും ഈ സാരിയും ചുറ്റി വരുന്നത്? ഞാനതിന് എന്ത് കാണിച്ചെന്ന മഹിയേട്ടൻ പറയുന്നേ? അവൾ കരിശം വന്നു. നിന്റെ വയറ് കാണാം, ഒരു സേഫ്റ്റി പിൻ എടുത്ത് കുത്തിവെക്ക്. അപ്പോഴാണ് അവളത് ശ്രദ്ധിച്ചത്. ഞാൻ പിന്നെ കുത്തിയതായിരുന്നല്ലോ, ഇതെവിടെ പോയി? ഇറങ്ങാൻ നോക്കടി, നേരം പോയി. അവൻ ഒച്ച വെച്ചു. ഓ ഒന്ന് കുത്തട്ടെ മനുഷ്യ. അവൾ ബാഗിൽ നിന്നും വേറൊരു പിന്നെടുത്തു. എന്നിട്ട് വയറിൻ്റെ ഭാഗം മറിച്ച് അത് സെറ്റ് ചെയ്തു. ഇപ്പോൾ ഓക്കെ ആയോ? വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഗൗരി അവനോട് ചോദിച്ചു. അവൻ വണ്ടി മുന്നോട്ടെടുത്തു. അല്ല, എന്തൊരു ശ്രദ്ധയാണ് പോലും. അപ്പം ശരിക്കും സ്നേഹമൊക്കെ ഉണ്ടോ? അതോ? സ്കൂൾ ഗേറ്റ് കടന്നു പോകുമ്പോൾ അവൾ ഓർത്തു.